ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കുടിവെള്ളം നശിപ്പിച്ചിട്ടുണ്ട്, കാർഷിക ഭൂമിയെ മലിനീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്ലാച്ചിമട കൊക്കക്കോള കമ്പനി നഷ്ടപരിഹാരം നൽകണമെന്ന് കേരള ഗവൺമെന്റിന്റെ വിദഗ്ധ സമിതി തീരുമാനിക്കുകയും അതിനുവേണ്ടി നിയമ അധികാരമുള്ള ജഡ്ജിമാരടങ്ങുന്ന ഒരു ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്ന് നിയമം കേരള നിയമസഭ പാസാക്കുകയും ചെയ്തു. പക്ഷേ ഏതാണ്ട് 10 മാസക്കാലമായി ആ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പിട്ടിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം എത്ര ശക്തമായ ലോബികളാണ്. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് ഒരു നിയമം പാസാക്കിയിട്ടും 8-10 മാസമായി കൊക്കക്കോള കമ്പനിയുടെ സമ്മർദ്ദം മൂലം ആ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പിടാതെ ഒരു സാഹചര്യം. ഇത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛാശക്തിയുടെ പ്രശ്നമാണ്. കാരണം ജനങ്ങൾ നിർബന്ധിക്കുമ്പോൾ, ജനങ്ങൾ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുകയും എന്നാൽ വൻകിട മൂലധന താൽപര്യങ്ങളുടെ പിറകിൽ പിന്നീട് ഓരോ സമയം പോയി നിൽക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പരിണമിക്കുന്നതിന്റെ കൂടി ഫലമായിട്ടാണ് ജനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ നിന്ന് സമരങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അതൊരു ഗതികേടാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ രാജ്യത്ത് ജനങ്ങളെ നയിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളെ നയിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 30 വർഷമായി മലിനീകരണത്തിന്റെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ നഗരസഭയും പഞ്ചായത്തുകളുടെ മേൽ അവരുടെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയിരിക്കുന്നു. തള്ളുമ്പോൾ നിയമപരമായി പാലിക്കേണ്ടുന്ന അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ടുന്ന നിയമ സംവിധാനങ്ങളായ പഞ്ചായത്തുകളും നഗരസഭകളും തുറന്ന സ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം, തുറന്ന സ്ഥലത്ത് സാധാരണക്കാരൻ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ നിയമം നടപ്പിലാക്കേണ്ടുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും നഗരസഭകളും തുറന്ന സ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് കടൽ വെള്ളവും കുടിവെള്ളവും അശുദ്ധമാക്കുമ്പോൾ അവരെ ശിക്ഷിക്കാൻ ആരാണ്? നിയമം നടപ്പിലാക്കേണ്ടുന്ന ആളുകളെ ശിക്ഷിക്കേണ്ടത് ആരാണ്? ജനങ്ങൾക്കല്ലാതെ മറ്റാർക്കും അത് കഴിയില്ല. ജനങ്ങൾ ആ ശിക്ഷാവിധി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇത്തരം സമരങ്ങൾ ഉയർന്നു വരുന്നത് എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ എത്ര പെട്ടെന്ന് തിരിച്ചറിയുന്നുവോ അത്രയും അവർക്ക് നല്ലത്. കാരണം ജനങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കില്ല. ജനങ്ങൾ നിങ്ങളുടെ പിന്നിൽ എല്ലാ കാലത്തും എഴുതാൻ വിധിക്കപ്പെട്ടവരല്ല. ജനങ്ങൾക്ക് മടുക്കുന്ന, ജനങ്ങൾക്ക് സഹികഴിഞ്ഞ ചില സന്ദർഭങ്ങളുണ്ട് എന്ന് നമ്മുടെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കണം. ഇതാ പഴയ കാലമല്ല, ജനങ്ങൾ ആ പഴയ അനുസരണയുള്ള കുഞ്ഞാടുകളുമല്ല. മറിച്ച് ജനങ്ങൾ ഇന്ന് കൂടുതൽ ബോധവാന്മാരാണ്. തങ്ങളെ നേരിടുന്ന വിപത്തുകൾ, മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, തങ്ങളുടെ പ്രദേശത്ത് വരുന്ന ഒരു വികസനം എന്ന പേരിൽ വരുന്ന റോഡ് വികസനം ആരുടെ താല്പര്യങ്ങളെയാണ് സംരക്ഷിക്കുന്നത്? തങ്ങളുടെ നാട്ടിൽ ഒരു ഫാക്ടറി വരുമ്പോൾ അത് കുടിവെള്ളവും അതുപോലെ തന്നെ പുഴവെള്ളവും ഒക്കെ മലിനീകരിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് വിഷം വമിപ്പിച്ചുകൊണ്ട് നാട്ടുകാർക്ക് ദുരിതമാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ പിറകെ പോയിട്ട് കാര്യമില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പുതിയ പുതിയ സമരങ്ങൾ ഉയർന്നു വരുന്നത്. തീർച്ചയായും പല പ്രദേശത്തെയും ബുദ്ധിയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഈ കാര്യം തിരിച്ചറിയുന്നുണ്ട് എന്ന് മുന്നോലിലെ സ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രാദേശിക രാഷ്ട്രീയക്കാർ മിക്കവാറും ആളുകൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സമരം ആവശ്യമാണ് എന്നുള്ള ബോധ്യമുള്ളവരാണ്. ഇവിടുത്തെ കോൺഗ്രസുകാരായാലും ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും മുസ്ലിം ലീഗുകാരായാലും മറ്റേത് പാർട്ടിക്കാരായാലും അതിന്റെ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ തങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവരുടെ കോഴയുടെയും അഴിമതിയുടെയും പണം പറ്റുന്നതിന്റെ ഭാഗമായി മാലിന്യങ്ങൾ തുറന്ന സ്ഥലത്ത് വലിച്ചെറിയുന്നു. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് ഈ രീതിയിൽ ഉന്നയനം ചെയ്യുന്നത് പോലെ, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ ചെയ്യുന്നത് പോലെ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ നിയമപരമായി സാധിക്കുമോ? എന്താണ് ചെയ്യേണ്ടത്? മാലിന്യം ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി തള്ളണമെങ്കിൽ അവിടെ കിടങ്ങുകൾ കുഴിച്ച് ആ കിടങ്ങുകളിലിട്ട് ഓരോ ദിവസവും മൂടി അതിന്റെ മുകളിൽ ചെമ്മഞ്ഞിട്ട് മൂടണമെന്നാണ്. പക്ഷെ കേരളത്തിൽ എത്രയോ കാലമായി
ആളുകളുടെ മേലെ മാലിന്യങ്ങൾ ഇങ്ങനെ പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഭരണകർത്താക്കൾ. നിങ്ങൾ സമരം ചെയ്യുന്നത് തെറ്റാണ്. ജനങ്ങളുടെ സമരം ചെയ്യാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾ നിയമം നടപ്പിലാക്കൂ. ഇന്ത്യ രാജ്യത്ത് എത്രയായിരം കോടി രൂപയുടെ വിദേശ കരാറുകൾ നിങ്ങൾ ഒപ്പിടുന്നുണ്ട് സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിന് വേണ്ടി. ലോകത്താദ്യമായിട്ട് കേരളത്തിലാണ് മാലിന്യം ഉണ്ടാകുന്നത്. ഇതിനേക്കാൾ 8-10 മടങ്ങ് മാലിന്യങ്ങൾ ഉപഭോഗം നടത്തുന്ന രാജ്യങ്ങളിൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി എത്രയോ കാലമായി എന്തൊക്കെ തരത്തിലുള്ള പദ്ധതികളുണ്ട്. നിങ്ങൾ ലോകബാങ്കിൽ നിന്ന് കടം മേടിക്കുന്നു, നിങ്ങൾ ADBയിൽ നിന്ന് കടം മേടിക്കുന്നു, നിങ്ങൾ ജപ്പാനിൽ നിന്ന് കടം മേടിക്കുന്നു. നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് പൈസ കടം മേടിച്ചു ലോകത്ത് ഇന്ന് നിലവിലുള്ള മാലിന്യ സംസ്കരണ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പഞ്ചായത്തുകളിലും നിങ്ങളുടെ മുനിസിപ്പാലിറ്റികളിലും നിങ്ങളുടെ കോർപ്പറേഷനുകളിലും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ നിയമം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. 1994 നിലവിൽ വന്ന പഞ്ചായത്ത് രാജ് നഗരപാലിക ആക്ടിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പരമവും പ്രധാനവുമായ ചുമതലകളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം, ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം. ഈ കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ട്, നിയമം ലംഘിച്ചുകൊണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് രോഗവും ദുരിതവും അവരുടെ കുടിവെള്ള മലിനീകരണവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, സമ്മാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ജനങ്ങൾ ചോദ്യം ചെയ്താൽ അത് തെറ്റാണോ? നിയമം ലംഘിക്കുന്നതിനെ നിയമം പഠിപ്പിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വന്നാൽ അത് തെറ്റാണോ? നമ്മുടെ ഭരണകർത്താക്കൾ, നമ്മുടെ നഗരസഭ ഭരണാധികാരികൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ജനങ്ങളുടെ ദാസന്മാരാണ്. ജനങ്ങൾക്ക് മുകളിൽ കയറി കുതിരസവാരി നടത്താൻ വേണ്ടിയിട്ടല്ല. ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഓരോ ജനപ്രതിനിധിയും ജനങ്ങളുടെ അഭിലാഷങ്ങളും ജനങ്ങളുടെ ആഗ്രഹങ്ങളും ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഭരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. തുറന്ന സ്ഥലത്ത് എത്രയോ ദശകങ്ങളായി നിയമവിരുദ്ധമായി മാലിന്യം തള്ളിയ ആളുകൾ ആദ്യം വന്ന് സമരപ്പന്തലുകൾക്ക് മുന്നിൽ കുമ്പിട്ടിരിക്കണം. എന്നിട്ട് മാത്രമേ ഒരക്ഷരം ഉരിയാടാൻ പോലും അവർക്ക് അവകാശമുള്ളൂ. കാരണം ഞങ്ങൾ കുറ്റവാളികളാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ തലകുനിച്ച് മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ പോലുമുള്ള അവകാശമുള്ളൂ. കാരണം അത്രയും വലിയ നിയമലംഘനമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാമോ എത്ര ആളുകളാണ് തിരുവനന്തപുരത്ത് ഇന്നലെ മരിച്ചത്? ഒരു ദിവസം മഴ പെയ്തപ്പോഴാണ്. കേരളത്തിൽ ഒരു ദിവസം മഴ പെയ്തപ്പോൾ 10ലധികം ആളുകൾ മരിക്കുകയും ആയിരക്കണക്കിന് വീടുകൾ ഇടിഞ്ഞു വീഴുകയും ചെയ്തു. ആരാണ് ഉത്തരവാദി? ഈ ഓടകൾ, മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ, ഓടകളിലൂടെ വെള്ളമൊഴുകി പോകാതെ അത് കെട്ടിക്കടന്ന് നഗരങ്ങളിൽ പ്രളയമുണ്ടാക്കുന്നതിന് ആരാണ് ഉത്തരവാദി? നഗരസഭകളല്ലാതെ. മാലിന്യം കൊണ്ട് കൊതുകുകടിയും രോഗങ്ങളും മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങൾ കൂടി വരുത്തി വെക്കുകയാണ് കേരളത്തിലെ മുഴുവൻ നഗരങ്ങളിലും ഇവിടുത്തെ നഗരസഭകൾ ചെയ്യുന്നത്. ആളുകളെ കൊന്നൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ആളുകളുടെ ജീവിക്കാനുള്ള അവകാശം, അവരുടെ ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള പാർപ്പിടങ്ങൾ, ഇത് മുഴുവൻ നശിപ്പിക്കുകയാണ് നമ്മുടെ നഗരസഭകൾ ചെയ്യുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിയമപ്രകാരം സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ, ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടവർ, ജനങ്ങൾക്ക് ശുദ്ധവായുവും കുടിവെള്ളവും ഉറപ്പുവരുത്തേണ്ടവർ, ഇതിനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തവർ, ജനങ്ങളുടെ മേലെ കുതിര കയറുന്ന, ജനങ്ങളുടെ കുടിവെള്ളം മലിനീകരിക്കുന്ന, ജനങ്ങളെ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാക്കുന്ന കാഴ്ച കണ്ട് മനം മടുത്താണ് ജനങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങി വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ സാക്ഷരത നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകണമെന്നാണ് ഇത്തരം സമരങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇന്ന് ഈ സമരം ഒരു വിജയിച്ചു കഴിഞ്ഞ സമരമാണ് എന്നാണ് ഞാൻ പറയുക. കാരണം കേരളത്തിൽ ഒരു മന്ത്രിസഭാ യോഗം, പ്രത്യേക മന്ത്രിസഭാ യോഗം, പ്രത്യേക അജണ്ട വെച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നു. മാലിന്യ പ്രശ്നം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളല്ല ഈ അന്തരീക്ഷം ഉണ്ടാക്കിയത്. ഇളപ്പിൽശാലയിലെ ജനങ്ങൾ, തൃശൂരിലെ ലാരൂരിലെ ജനങ്ങൾ, ഇവിടുത്തെ കോഴിക്കോട് ഞെളിയമ്പറമ്പിലെ ജനങ്ങൾ, ചേലോറയിലെ ജനങ്ങൾ, ഇവിടെ ഈ പെട്ടിപ്പാലത്തെ ജനങ്ങൾ, അവർ ത്യാഗപൂർണമായി ദിവസങ്ങളോളം സത്യാഗ്രഹമിരുന്നും സമരം ചെയ്തുമാണ് കേരളത്തിലെ മന്ത്രിസഭയെ കൊണ്ട് മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യുന്നത് പ്രത്യേക അജണ്ടയാക്കി വെച്ചൊരു മന്ത്രിസഭാ യോഗം കൂടേണ്ടുന്ന അവസ്ഥ സൃഷ്ടിച്ചത്. ജനങ്ങളുടെ ശക്തിക്ക് അത് കഴിയും. പക്ഷേ അതും കഴിഞ്ഞ് നമ്മളോട് കുറെ ഉപദേശവും തന്നെ മന്ത്രി മുഖ്യമന്ത്രിമാരെന്ന് പോകും. പത്രത്തിൽ പരസ്യം കൊടുത്തു. ഇത് കേട്ടാ വിചാരിക്കും ജനങ്ങളാണ് മാലിന്യ പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ന്. ജനങ്ങൾ
അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൂട്ടായി ചെയ്യുന്നതിനു വേണ്ടി നികുതി കൊടുത്തുണ്ടാക്കിയ സ്ഥാപനങ്ങളാണ് തദ്ദേശ ഭരണ സ്ഥാപനവും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ. നമ്മൾ പണം കൊടുത്ത് പണിയെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ്. അല്ലാതെ നമ്മുടെ കയറ് മേലെ ഒന്ന് കുതിര കയറാനോ നമ്മളെ ഭീഷണിപ്പെടുത്താനോ ഉണ്ടാക്കിയാലോ. നമ്മുടെ പണിക്കാരാണവർ, നമ്മളാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, നമ്മളുടെ നികുതിപ്പണം കൊണ്ടാണ് അവർ ഭരിക്കുന്നത്, നമ്മുടെ നികുതിപ്പണം കൊണ്ടാണ് അവർ സ്റ്റേറ്റ് കാറുകളിൽ വിലസുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർ ബാധ്യസ്ഥരാണ്. നമ്മളെ ഇങ്ങോട്ട് ഉപദേശിക്കുകയാണ് മാലിന്യം സംസ്കരിക്കാൻ. ജനങ്ങളല്ല, ജനങ്ങൾക്ക് വേണ്ടി ഭരണകൂടങ്ങൾ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അതിനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ ആരായേണ്ടത്. അതിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുള്ളത്, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഗവേഷണ സ്ഥാപനങ്ങളെ നിയമിച്ചിട്ടുള്ളത്. എന്താണ് ഇവരൊക്കെ കടന്നുറങ്ങുകയാണോ? കേരളത്തിൽ മാലിന്യ പ്രശ്നം ഇത്രയും രൂക്ഷമായിട്ടും, കേരളത്തിലെ മഴ പെയ്താൽ വെള്ളമൊഴിയാത്ത തരത്തിൽ നമ്മുടെ നാട് മാലിന്യ കൂമ്പാരമായിട്ടും, ഇവിടെ ഇതിനൊക്കെ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥ സംവിധാനം, ഇതിനൊക്കെ ഏൽപ്പിച്ച രാഷ്ട്രീയ സംവിധാനം ഉറക്കം തൂങ്ങികളായി നടിക്കുമ്പോൾ അവരെ ഉണർത്താൻ ചിലപ്പോൾ വലിയ ശബ്ദങ്ങൾ വേണ്ടിവരും. പണ്ട് നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഭഗത് സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിൽ അദ്ദേഹം കയറി ബോംബെറിഞ്ഞു. ഒരാളെയും കൊല്ലാനായിരുന്നില്ല ഭഗത് സിംഗ് ബോംബെറിഞ്ഞത്. ഈ ബോംബെറിഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ഭഗത് സിംഗ്. ഭഗത് സിംഗ് ഓടിപ്പോയില്ല, മറിച്ച് പിടികൊടുക്കുമ്പോൾ അവർ ഒരു പ്രസ്താവന വിതരണം ചെയ്തു. ആ പ്രസ്താവനയിൽ അവർ പറഞ്ഞത്, മറ്റൊരു വഴിയുമില്ല ബധിരകർണങ്ങളെ തുറപ്പിക്കാൻ, വലിയ ഒച്ചകൾ കേട്ടാൽ മാത്രമേ നമ്മുടെ ഭരണകൂടങ്ങളുടെ ചെവി അടഞ്ഞുപോയ ചെവി തുറക്കൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഭരണകൂടങ്ങൾ ഇനിയും സൃഷ്ടിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങേയറ്റം ത്യാഗത്തോടെ, അങ്ങേയറ്റം സമരത്തോടെ നീണ്ടു നിൽക്കുന്ന ദിവസങ്ങൾ ജനങ്ങൾ തെരുവിൽ സംയമനത്തോടെ സമരം നടത്തുമ്പോൾ ആ സംയമനത്തെ മനസ്സിലാക്കാനും ആ സംയമനത്തെ അംഗീകരിക്കാനും അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ശാസ്ത്രീയ ദൃഷ്ടിയിൽ പരിശോധിച്ചുകൊണ്ട് അതിന് പരിഹാരം തേടാനുമുള്ള വഴികൾ ആലോചിക്കുന്നതിന് പകരം ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടോ ജനങ്ങളുടെ മേലെ കുതിര കയറിയിട്ടോ ഇനി രാഷ്ട്രീയ സംവിധാനങ്ങൾക്കോ ഭരണ സംവിധാനങ്ങൾക്കോ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ കാലമൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ മാലിന്യ പ്രശ്നം അത് പരിഹരിക്കുന്നതിന് എത്രയോ വഴികൾ എത്രയോ കാലമായി മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, മാലിന്യം ഒരു വിഭവമാണ് ലോകത്ത്. അത് പണം കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനമാണ്. പല സ്ഥലങ്ങളിൽ